ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ തുറക്കുന്നില്ല. ഇത് 900 രൂപയാണ് ഈ ബോർഡിന്റെ വില. ഇത് 37 രൂപയാണ്. ഇതിന്റെ ഗുണം രാവിലെ അരി ഉണ്ടാക്കിയാലും ബിരിയാണി ഉണ്ടാക്കിയാലും നാളെ വേളയിൽ ആ മണത്തിന് ടെക്നോളജി ഉണ്ട്. പിന്നെ അതിന് വേറെ കാര്യമില്ലല്ലോ. ഇത് നോക്കൂ കേട്ടാ, ഇത് അരമണിക്കൂറിനകത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ കളഞ്ഞോ അല്ലെ മണോ പോവും. ഇത് ഇന്നുണ്ടാക്കിയത് നാളെ കളപ്പിക്കും. ഈ സാധനം നിങ്ങൾ നമ്മളൊന്നും വിചാരിക്കുന്ന ലോകത്തിലല്ല കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ തിന്നേ പറ്റി ഏത് ഡോക്ടർക്ക് പോകാനാണ് നിങ്ങൾക്ക് വഴിയിരിക്കുന്നത്? ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് മാറ്റിയെടുക്കാമോ? നിങ്ങൾക്ക് ഒരു ഡോക്ടറും വേണ്ട. കാരണം ഈ ഡോക്ടർമാർക്ക് പോകാതിരിക്കാനുള്ള വഴിയെ കണ്ടുപിടിക്കണം. അതിനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ. ഇതിനകത്തോട്ട് കയറി അതിന് നമുക്ക് പണ്ടത്തെ തിരിച്ച് പാരമ്പര്യത്തിലേക്ക് തിരിച്ചു വരിക, തിരിച്ച് അടുക്കളയിലോട്ട് പോകുമ്പോ നമ്മുടെ പഴയ സംസ്കാരം ഉണ്ടായിരുന്നല്ലോ, അത് തിരിച്ചു വരണം. ഈ ആർട്ടിഫിഷ്യൽ സംസ്കാരം മാറണം. ഇപ്പൊ പുതിയ പുതിയ പൊറിയും കിളിയൊക്കെ വന്നിട്ടുണ്ടോ? എവിടെ പോയി നോക്കിയാൽ ഡി സൈസ് സാധനങ്ങൾ എന്തേലും പറയുന്നത് നിങ്ങൾ? മുറുക്കുറയൊക്കെ ഇല്ലേ? അതല്ലേ ഇത് തിന്നുമ്പോ ആലോചിക്കണം. ഡ്രഗ്സ് ആണ് കൊച്ചിന് കൊടുക്കുന്നതെന്ന്, മയക്കുമരുന്നാണ് കൊച്ചുങ്ങൾ കഴിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചോളൂ. ഇഷ്ടംപോലെ കൊടുത്തോളൂ. ഇത് പിന്നെ തിന്നാൻ കുട്ടികൾക്ക് ആസക്തി ഉണ്ടാകണമെങ്കിൽ എവിടെ നിന്നുണ്ടായി? പുതിയൊരു പ്രൊഡക്റ്റ് കൊണ്ട് ഒരുത്തം വരുന്നു, ഇഷ്ടംപോലെ തിന്നുന്നു, ചെലവാകുന്നു. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ പൊട്ടറ്റോ വറുത്ത് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് എന്താ ഇല്ലാത്തത്? നിങ്ങൾ വാഴപ്പഴി വെച്ചാൽ എന്താ ഈ ടേസ്റ്റ് ഇല്ലാത്തത്? എവിടെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുന്നത് പൊട്ടറ്റോയും ഒക്കെ ആണല്ലോ. പുതിയ പുതിയ ടേസ്റ്റ് കൊണ്ടുവന്നല്ലോ. നൂഡിൽസ് കഴിക്കത്തില്ലേ? നൂഡിൽസ് കഴിക്കുമ്പോ നിങ്ങൾ അതിനകത്ത് ആ പാക്കറ്റ് ഒന്ന് മാറ്റിക്കൊണ്ട് കഴിക്കണം. അതിലൊരു മസാലപ്പൊടിയുണ്ട്, അജിനോമോട്ടോ, എല്ല് വരെ ദഹിപ്പിക്കുന്നത്. എല്ല് വരെ ദഹിപ്പിച്ച് കളയും. ആ പാക്കറ്റ് ഇല്ലെങ്കിൽ നൂഡിൽസ് ആരും തിന്നില്ല. അറിയോ? എന്നിട്ട് പിള്ളേരെ കൂടി തീറ്റിക്കുന്ന രംഗം കണ്ടോ? ഇല്ലേ? അത് കാണുമ്പോ നമ്മുടെ വായിക്കൂടെ വെള്ളം വരും. അത് തന്നെ പിള്ളേർക്കും മതി. ഇതൊക്കെ അമിതാഭ് ബച്ചനും ഗോവിന്ദായും അമീർ ഖാനും ഷാരൂഖ് ഖാനുമാണ് ഇപ്പൊ നമ്മളെ കൊണ്ട് നീറ്റിക്കുന്നത്. ഡോക്ടറൊന്നുമല്ല. അവരാ തീരുമാനിക്കുന്നത് എന്താ കഴിക്കണമെന്ന്. ആ പരസ്യത്തിന്റെ പുറയിലാണ് നമ്മുടെ വിലകൾ എത്രയും കിടക്കുന്നത്. ഇവരെയൊക്കെ പിടിച്ച് പുറത്താക്കും. ആരെയൊക്കെ? ഇവരെയൊക്കെ അടുക്കളയിൽ വിടുന്നില്ല. അവരുടെ പ്രൊഫഷണൽ അവർ വലിയവരല്ല. അതിന് ആരും സംശയമില്ല. നമ്മുടെ അടുക്കളയിൽ അവർക്ക് വരട്ടെ. അവർക്ക് ഒരു കാര്യത്തിലേക്ക് പിന്നെ അടുക്കളയുടെ തിന്ന പോലും കണ്ടിട്ടില്ലാത്ത മോഹൻലാലാണോ എന്ന് പറയുന്നത്? ഈ മസാല കഴിച്ചോളൂ, ടേസ്റ്റ് ഞാൻ ഗ്യാരണ്ടി. കണ്ടില്ലേ? ഏത് വകുപ്പിലാണ് പുള്ളിക്കാരെ പറയുന്നേ? അതിന് ഏറ്റവും ഉദാഹരണം നമ്മുടെ പങ്കജ സൂര്യയുടെ രാത്രി പറയുന്ന പുള്ളിയല്ലേ VTC ഞാൻ ഗ്യാരണ്ടി. എന്നാ പുള്ളിയുടെ ആശുപത്രി ആരെന്നറിയോ? നമ്മുടെ ഹരീന്ദ്രൻ നായർ ആശുപത്രിയാണ്. പുള്ളി ഡോക്ടറാണ്. പുള്ളി ഇന്ന് വരെ പറഞ്ഞു VTC ഞാൻ ഗ്യാരണ്ടി. പുള്ളി ഡോക്ടർ. അത് പറയാൻ മോഹൻലാൽ എടുക്കുന്നത്. നാളെ കോടതി അതിനകത്തൊരു നിയമമുണ്ട്, അറിയോ? നാളെ കോടതിയിൽ പറയാണ് ഞങ്ങൾ ആളോട് നിങ്ങൾ പറ്റിച്ചത് മോഹൻലാലൊക്കെ ഈ ഇന്ത്യയിലുള്ള ജനതയ്ക്ക് മൊത്തം അറിയാം ഞാൻ അഭിനയിതാവാണ്. എന്നോട് അഭിനയിക്കാൻ പറഞ്ഞു, ഞാൻ അഭിനയിച്ചു കാശ് കിട്ടും. നിങ്ങൾക്ക് ബാക്കി കാര്യം ചോദിച്ചാൽ അമ്മടിയില്ലേ? അപ്പൊ അവര് പറയും നോക്ക് അതിന്റെ നായം തരുമല്ലോ. നോക്ക് എനിക്കത് ഒരു പ്രൊഡക്ഷനാണ്, പരസ്യം നടത്തുന്ന വേറെ ഡിപ്പാർട്ട്മെന്റ്. അവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, എല്ലാ വകുപ്പുണ്ട് ഇവിടെ. എല്ലാ വകുപ്പും കൂടെ ആരെയാ ഒതുക്കുന്നത്? അത് ഒതുക്കുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം, ഇത് നിങ്ങൾ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഞാൻ ആദ്യമേ പറയാണ്, ഏറ്റവും വലിയ ഡേഞ്ചറസ് വിഭാഗത്തിലേക്കാണ് നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കുട്ടികളല്ല വലിയൊരു നിങ്ങൾ എപ്പോഴും കഴിക്കുന്നത്. അതിനൊരു കാര്യം കേട്ടെ, നമ്മൾ ഈ 916ന്റെ പരസ്യം കണ്ടില്ലേ? സ്വർണ്ണത്തിന്റെ പരസ്യം കണ്ടില്ലേ? കണ്ടില്ലേ? ഈ 916 പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയും ജയറാമും ഒക്കെ തട്ടാര സ്വർണ്ണത്തിന് ഗ്യാരണ്ടി പറയാം. നിങ്ങൾ നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി, വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവര് എന്നാണ് തട്ടാപ്പണി പഠിച്ചത്? സ്വർണ്ണത്തിന് ഗ്യാരണ്ടി പറയുന്നത് ഇവരാണ്.
ഇല്ലേ? തട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. തട്ടാൻ നിങ്ങൾ അറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാവുന്ന മോഹൻലാലാ അല്ലെ മമ്മൂട്ടിയ? മനസ്സിലായോ? 916 എന്തിന്റെ സാധനം അറിയോ? 916 എന്ന് മുതലാണ് നമ്മൾ പെർസെന്റേജ് 1000 പറയാൻ തുടങ്ങിയത്? വല്ല മനസ്സിലായോ? 91.6 എന്നുള്ള സ്ഥാനത്ത് 916 പറയുന്നത്. കണ്ട, ശ്രദ്ധിക്കണത്, ആ വേർഡ് ശ്രദ്ധിക്കണം നിങ്ങള്. അതിനകത്തൊരു ചതുവുണ്ട്. 91.6 എന്ന് പറഞ്ഞ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ പ്യൂരിറ്റിയാണ്. 24 ക്യാരറ്റാണ് 100%. 22 ക്യാരറ്റ് എന്ന് പറയുന്നതാണ് 91.6. ഇല്ലേ? ശരിയല്ലേ? പക്ഷെ അവരെന്തുകൊണ്ട് 91.6 എന്ന് പറയുന്നില്ല? അത് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. 916 എന്ന് പറഞ്ഞത് ഏതാണ്ട് വലിയ കാര്യമാണ്. 1916 നമ്മൾ പെർസെന്റേജ് പറഞ്ഞപ്പോ 1000-ലാണ്. 1 2 നമ്മളിപ്പോ ഇത് അറിഞ്ഞുകൂടാതെ 916 എപ്പോഴും തലക്കകത്ത് കയറി കഴിഞ്ഞു. 916 നമ്മുടെ തലക്കകത്ത് കയറി. നമ്മൾ ഞാൻ പരസ്യത്തിന് പറയാം. നമ്മൾ കടയിൽ ചെന്ന് അവരോട് ചോദിക്കും, നോക്കാം നിങ്ങളുടെ കടയിൽ 916 ഉണ്ടോ എന്ന് നമ്മൾ ചെന്ന് ചോദിക്കാം. അപ്പോഴേലും അവരെ മനസ്സിലായി 5 പൈസയുടെയും അവരില്ല. ഇവരെ എത്ര വേണേലും പറ്റിക്കാം, എത്ര വേണേലും ഒതുക്കിക്കോളാൻ പറഞ്ഞുകൊണ്ടുള്ള ഇതാണ് നമ്മൾ കരുതുന്നത് ചോദിക്കുന്നത്. അപ്പൊ 916 ഉള്ളത് നമ്മള് പോകുള്ളൂ. ശരിയല്ലേ? അപ്പൊ അവൻ അവിടെ എന്നാൽ ഈ 916 മേടിച്ചുകൊണ്ട് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ ഈ സ്വർണം കൊണ്ട് വേറൊരു കടയിൽ ചിലപ്പോൾ എടുക്കത്തില്ല. അതിവിടെ പണ്ട് 916 ഇല്ലാത്തപ്പോൾ, ഇത്രയും പ്യൂരിറ്റി ഇല്ലായിരുന്ന സമയത്ത് ഏത് സ്വർണ്ണക്കടയെ കൊണ്ട് കൊടുത്താലും ഈ സാധനം എടുക്കുമായിരുന്നു. ശരിയോ തെറ്റോ? അപ്പൊ അതിനെ നമ്മൾ നോക്കണം. 2 ഇനി ഈ പരസ്യത്തിനകത്തൊന്ന് പറയാം. നമ്മുടെ ലോട്ടറിയുടെ പരസ്യത്തിനകത്ത് തന്നെയാണ്. അപ്പൊ ഈ എന്തുകൊണ്ടാണ് മോഹൻലാലും മമ്മൂട്ടിയും തന്നെ ഇവർ പിടിച്ചോണ്ടെന്ന് അറിയാം? അതിന് സയൻസ് ഉണ്ട്, അതിന് ടെക്നോളജി ഉണ്ട്. മോഹൻലാൽ ഞങ്ങൾ അവരുടെ അടുത്ത് എവിടെങ്കിലും പറഞ്ഞുകൊണ്ട് വരാത്ത 6 റൂട്ട് ഉണ്ടെന്ന് ഇല്ല. ഞങ്ങളുടെ ബ്രാൻഡിനെയുമാണ് 6 റൂട്ട്. അവിടെ ഞങ്ങളെ ഒരു കാരണവശാലും ശിക്ഷയിൽ നിന്നും ഞങ്ങളെ വിട്ടേര്, ഞങ്ങൾ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് വേറെ കാര്യം, അപ്പോഴാണ് ഈ പരസ്യക്കാരൻ റെഡിയായത്. ഈ പരസ്യ കമ്പനിക്കാരനോ ഈ പ്രൊഡക്ഷൻകാരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് അപ്പോഴല്ലേ മനസ്സിലായത്. പരസ്യക്കാരൻ 6 റൂട്ടിന്റെ ഗുണത്തെ പറ്റി അഹോരാത്രം പാടുന്നുണ്ട്. ടി വിക്കകത്തൂടെയും പത്രത്തിൽ കൂടെ എല്ലാം പറയുന്നുണ്ട്. അതിന്റെ ടി വി കാണിക്കുന്ന വീഡിയോ കോപ്പി ഉണ്ടെന്ന് കാണിച്ചോടെ. എവിടെ? കോട്ടയത്ത്. അത് മൊത്തമായി അവസാനത്തെ പേജ് വെച്ചു. ശിക്ഷിച്ചെങ്ങനെ? ഇത് ബ്രിട്ടാനിയയുടെ അല്ല, ബ്രിട്ടാനിയയുടെ പറയാം. ഞാൻ ബ്രിട്ടാനിയയാണ് 6 റൂട്ട് ഇല്ലെന്നുള്ളതിന്റെ കോപ്പി തന്നപ്പോൾ ഞാൻ വേറെ കാണിക്കുന്നേ ഉള്ളൂ. അതെന്റെ തെളിവുണ്ടല്ലോ. ബ്രിട്ടാനിയയുടെ അകത്ത് 6 റൂട്ട് ഇല്ലെന്നുള്ളതിന്റെ കോടതി ഉത്തരവാണല്ലോ അത്. അപ്പൊ ഇതേ വേറെ കമ്പനിക്കാരൻ. അപ്പൊ ഏതായാലും ഇത് എന്റെ ഗതി എന്നുള്ളതിനാണ് ഇത് കൊണ്ടുവരക്കുന്നത്. സാർക്ക് വായിച്ച് കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് സാർ കോടതി ഉത്തരവിരിക്കുന്നുണ്ട. കോടതിയിൽ ലാസ്റ്റ് ഇവര് വാദപ്രതിവാദം നടന്ന് ലാസ്റ്റ് ഈ വിസിഡി ഉണ്ടാക്കി. എവിടെ? കോടതി. അപ്പോൾ പറഞ്ഞു, ഇത് കണ്ടോ, ഇത് പറ്റിക്കുന്നതാണ്, മനുഷ്യനെ പറ്റിക്കുന്നു, നിങ്ങൾ പരസ്യം പറഞ്ഞത് കള്ളമാണ്, അതുകൊണ്ട് നിങ്ങൾ കുറ്റം ചെയ്തിരിക്കുന്നു, ശിക്ഷിക്കണം. സാർ അവസാനത്തെ വാചകം ഒന്ന് വായിച്ചത് സാർ. എത്ര ശിക്ഷിച്ചത് കേട്ടോ? 1000 രൂപ. കോടിക്കണക്കിന് ഉണ്ടോ അതിനകത്തുണ്ട്. അവിടെ നിങ്ങൾ എനിക്ക് കുപ്പി. ആ കോടിക്കണക്കിന് ജനതയെ കോടിക്കണക്കിന് രൂപയ്ക്കിട്ട് പറ്റിച്ചിട്ട് നമ്മുടെ നിയമ സംവിധാനം വഴി ശിക്ഷിച്ച ശിക്ഷയാണ് 1000 രൂപയും ഈ മേടിച്ച 12 രൂപ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ്. എന്തേത് കള്ളം വിടാൻ പറ്റുമോ? ആർക്കെങ്കിലും കള്ളം ചെയ്യാൻ പറ്റുമോ? ഈ സംവിധാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സംവിധാനം ഇത് നിയമം തിരുത്തി എഴുതിയേ പറ്റുള്ളൂ. ഒരു വഴിയില്ല നമ്മളെ കണ്ടോ. ഇത് നമ്മളെ മാത്രം ശിക്ഷിക്കാനുള്ള സംവിധാനമാണ്. ഇത് പാവപ്പെട്ടവനെ, അത്താഴപ്പാട്ടിലേക്കാരനെ, ഇടത്തരക്കാരനെ മാത്രം ശിക്ഷിക്കാനുണ്ടായ ഒരു നിയമം. ഒരുത്തരം വലിയവനെ നീ ഇവിടെ ശിക്ഷിച്ചിട്ടില്ല, ഒരുത്തരും ജയിലിൽ കിടത്തിയല്ല. അത്താഴപ്പട്ടിക്കാരൻ ഒരു കഷ്ണം ബ്രെഡ് മോട്ടിച്ചവന്റെ വിശപ്പടയ്ക്കാൻ അവൻ ജീവപര്യന്തം. കോടികൾ മോട്ടിക്കുന്നവൻ വലിയവന്മാർ. ഇതാ നമ്മുടെ സംവിധാനം. ഇത് മാറണം. ഇത് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ മാറണം. ആദ്യം നമ്മുടെ മനസ്സിന് ഇത് അറിയണം. അതിട്ട് ഈ സൈസുകളൊക്കെ വീട്ടിലോട്ട് വരുമ്പോ ആലോചിക്കണം, നമ്മൾ ആർക്കാണ് എന്തൊക്കെയാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. ഇതാണ് എന്റെ ഓപ്പണായിട്ട് പറഞ്ഞ കാര്യം. മനസ്സിലായല്ലോ എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എനിക്ക് പ്രസംഗിക്കാൻ സമ്മതിക്കാം. അതുകൊണ്ട് ഓപ്പൺ പറയുന്നത് അല്ല. മനസ്സിലാൻ പറഞ്ഞത് പാരച്യൂട്ട് പറയാം.
അതിനകത്ത് ഒരു തുള്ളി വെളിച്ചെണ്ണയില്ല. പാരച്ചൂട്ടിനാ അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാൻ പോകാതെ ഒരു 4-5 കൂടെ ഐറ്റം ഉണ്ടാകും. അതായത് ഇത് ഐസ്ക്രീം കൂടെ പഴിച്ചിട്ട് നമുക്ക് എന്നോട്ട് പോവാം. അവസാന ഭാവമായിക്കോട്ടെ പാരച്ചൂട്ട്, ഐസ്ക്രീം കൂടെ തീർത്തിട്ട് നമുക്ക് പോവാം. അത് അല്ലെങ്കിൽ നമുക്ക് ഈ എണ്ണ ലാസ്റ്റിലേക്ക് വെക്കാം. നമുക്ക് ഇച്ചിരി ഇരിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങള് ഇന്ന് എന്റെ കൂടി ഇരിക്കാൻ തയ്യാറുണ്ടല്ലോ അല്ലെ? ഇന്നത്തെ ദിവസം ഇതിനു വേണ്ടി ഇറങ്ങിയല്ലേ? ആർക്കെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കിക്കും. ആരുമില്ല. എത്ര ആയിക്കോട്ടെ, 4 മണി വരെ ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്നതിന് ഇച്ചിരി നേരം ഇരിക്കുന്നതിന് നമ്മൾ തീർക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് ഞാൻ ചോദിച്ചോളൂ. ഇതല്ലേ നമ്മൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ. നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കി ഇപ്പൊ തരാം. ഐസ്ക്രീം ആയിക്കോട്ടെ. അടുത്ത ഐസ്ക്രീം തന്നെ പോയിക്കോട്ടെ. ഇവിടെ 1 ലിറ്റർ ഐസ്ക്രീം എന്ത് വിലയുണ്ട്?